ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോറ്റാനിക്കര മകൻ തൊഴിലിനെ പറ്റിയാണ്. ചോറ്റാനിക്കര മകൻ തൊഴിൽ മങ്കമാർക്ക് ഏറ്റവും പ്രധാനമാണ്. ഉച്ച കഴിഞ്ഞ് വേഗത്തിൽ നട അടയ്ക്കുകയും 2 മണി കഴിഞ്ഞ് നട തുറക്കുകയും ചെയ്യുന്നതാണ് മകൻ തൊഴിലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർവ അലങ്കാരിത വിഭൂഷിതയായി നിൽക്കുന്ന അമ്മയെ ഒരു നോക്ക് കണ്ടാൽ പൂർവ്വ പുണ്യ സുഹൃതമായി കരുതണം. അങ്ങനെയാണ് മകൻ തൊഴിൽ കൊണ്ടുള്ള ഭക്തജനങ്ങളുടെ വിശ്വാസം. മംഗല്യസൂത്ര അണിഞ്ഞവരും അണിയാത്തവരും ജീവിത വിജയത്തിന് മകൻ തൊഴിൽ അത്യന്തം വിശേഷമായി കണ്ടുപോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ചിലർക്കെങ്കിലും സംശയം തോന്നാം. നമുക്ക് ആ ഐതിഹ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ആകാശത്തുകൂടി സഞ്ചരിച്ചിരുന്ന വില്ലുമംഗല സ്വാമി ഇവിടെ എത്തിയപ്പോൾ ഒരു തേജസ് വ്യാപിച്ചിരിക്കുന്നത് കണ്ടു. ദേവിയെ സ്തുതിച്ച് സംതൃപ്തയാക്കി ഈ ചൈതന്യം സമാഹരിച്ചത് ഈ ദിവസമാണ്. കുംഭമാസത്തിലെ മകം ഈ ദിവസം അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്നത് നല്ലതാണ്. വൈകിട്ട് സ്വാമി കിഴക്ക് ഭാഗത്തുള്ള ക്ഷേത്രകുളത്തിൽ ഇറങ്ങി സൂര്യപ്രഭ പോലുള്ള തേജസ്സുള്ള കുളത്തിൽ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് പ്രസരിക്കുന്നതായിട്ട് തോന്നി. ദേവി വിഗ്രഹമാണ് അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചത്. അത് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠ നടത്തി. സർവകാര്യ വിജയവും ദുർബാധ നിവാരണത്തിനും പ്രസിദ്ധി ആർജിച്ച കീഴ്ക്കാവിൽ ദേവി ഉത്ഭവം ഇങ്ങനെയാണ്. കാമക്രോധ ലോഭമോഹങ്ങൾക്ക് വശംവദരായാൽ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവർ ശിക്ഷ അനുഭവിക്കുമത്രേ. കുംഭ രോഹിണി ദിവസം കൊടിയേറി ഉത്രം ആറാട്ടായി കൊണ്ടാടുന്നു. ഓരോ ദിവസവും പ്രത്യേകം ആറാട്ടുണ്ട്. മകൻ തൊഴൽ മങ്കമാർക്ക് പ്രധാനമാണെങ്കിൽ പൂരം തൊഴൽ പുരുഷന്മാർക്ക് ശ്രേഷ്ഠമാണ്. അന്ന് ദേവിയെ കീഴ്ക്കാവിൽ നിന്നും പൂരപ്പറമ്പിലേക്ക് എഴുന്നള്ളിക്കുന്നു. 7 ആനകളുടെ പൂരം എഴുന്നള്ളത്താണ് ആ സമയത്ത് കാണാൻ സാധിക്കുന്നത്. അമ്മ കീഴ്ക്കാവിലമ്മ, ഓണക്കൂറമ്മ, കൂഴേറ്റിൽ അമ്മയും വിഷ്ണുവിൻ്റെ 2 രൂപത്തിലുള്ള തിടമ്പും ശാസ്താവിൻ്റെ തിടമ്പും അങ്ങനെ 7 ദേവീദേവന്മാരെയാണ് എഴുന്നള്ളിക്കുന്നത്. മറ്റു ക്ഷേത്രത്തിൽ കാണാത്ത പ്രത്യേകത വിഗ്രഹ അഭിഷേക ജലം വടക്കു ഭാഗത്തെ ഓവ് വഴി പ്രവഹിക്കാറില്ല. സ്വയംഭൂ ആയതുകൊണ്ട് അഷ്ടബന്ധനമില്ല. ഇത് മണലിൽ ആഴ്ന്നിറങ്ങി ഓണക്കൂർ തീർത്ഥക്കുളത്തിൽ ചെന്ന് പതിക്കുന്നു. 1.5 ഫർലോങ് ജലാഭിഷേകം മാത്രമാണ് ഇവിടെ നടത്താറുള്ളത്. പാല്, തൈര്, പഞ്ചാമൃതം, മറ്റഭിഷേകങ്ങൾ പാടില്ല. സ്വയംഭൂവായ രുദ്രാക്ഷശിലയായതിനാൽ മറ്റഭിഷേകങ്ങൾ പാടില്ല എന്നാണ്. രുദ്രാക്ഷശിലയിലുള്ള ഉയർന്ന ബിംബം അമ്മയുടെയും കൃഷ്ണശില നാരായണൻ്റേതുമാണ്. ഇവർ 2 പേരും ശ്രീകോവിൽ ഉള്ളതിനാൽ അമ്മേ നാരായണ ദേവി നാരായണ എന്ന് ഉരുവിടുന്നത്. അമ്മയോടൊപ്പം നാരായണനുള്ളതിനാൽ അമ്മയ്ക്ക് നേദിക്കുന്നത് തന്നെ നാരായണനും ലഭിക്കുന്നു. ഇവിടെ മകരത്തിൽ കൊടിയേറുന്നത് അപൂർവമാണെന്ന് പറയാം. 5 വർഷം കൂടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. മകം പോലെ അമ്മയുടെ പിറന്നാളായ വൃശ്ചികത്തിലെ കാർത്തികയും പ്രധാനപ്പെട്ട മറ്റൊരു ദിവസമാണ്. ഈ ദിവസങ്ങൾ അമൃതസ്വരൂപിയായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തി അനുഗ്രഹം വാങ്ങി മടങ്ങുന്ന നിർമാല്യ സമയത്ത് സാക്ഷാൽ കൊടുങ്ങല്ലൂർ അമ്മ അഥവാ സരസ്വതി ഭാവത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് വെള്ളപ്പട്ടാണ് ഉടുപ്പിക്കുന്നത്. ഇവിടെ നട തുറന്ന ശേഷം ദേവി മൂകാംബികയിലേക്ക് പോകുന്നു. അതിനാൽ ഇവിടെ നട തുറന്ന ശേഷമേ മൂകാംബികയിൽ നട തുറക്കുകയുള്ളൂ. ഉഷാപൂജ സമയത്ത് ദുർഗാഭാവത്തിലാണ് ദേവിയെ കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് കടും ചുവപ്പ് പട്ടുസാരിയാണ് അമ്മ ധരിക്കുന്നത്. വൈകുന്നേരം ലക്ഷ്മി നാരായണ സമേതയായി ദേവി അനുഗ്രഹം ചൊരിയുന്നു. സാധാരണ ദിവസങ്ങളിൽ ഇടത് കൈയാലാണ് ദേവി ഭക്തരെ അനുഗ്രഹിക്കുക. എന്നാൽ മകം, കാർത്തിക, വിഷു എന്നീ ദിവസങ്ങളിൽ തങ്ക ഗോളക ദേവിയുടെ വലത് കൈയിലാണ്. ഈ ദിവസങ്ങളിൽ ദേവി വലത് കൈകൊണ്ടാണ് അനുഗ്രഹം ചൊരിയുന്നത്. വലത് കൈകൊണ്ട് അനുഗ്രഹം നൽകുന്ന വിശേഷ ദിവസങ്ങളിൽ തൊഴുതു പ്രാർത്ഥിക്കുന്നവർക്ക് അഭീഷ്ട ഫലസിദ്ധി ലഭിക്കും എന്നാണ് വിശ്വസിച്ചു വരുന്നത്. ചോറ്റാനിക്കര അമ്മയോടുള്ള സ്നേഹം നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, സീ യു.